ജോഷുവ ഇന്ന് ഫസ്റ്റ് ഡേ സ്കൂളല്ലേ? ഏതോ ജോഷിന്റെ സ്കൂളിന്റെ പേര്? സെന്റ് ജോസഫ് മോഡൽ പബ്ലിക്. കാത്തിരുന്ന് ഈ ദിവസം വന്നെത്തി. ഞങ്ങളിതാ പ്രാർത്ഥിച്ച് അത്യുന്നതൻ്റെ സംരക്ഷണവും ബൈബിളൊക്കെ വായിച്ച് അമ്മാമ്മയ്ക്കും അപ്പാപ്പനൊക്കെ സ്തുതിയൊക്കെ കൊടുത്ത് ഞങ്ങളിവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഞാനാണ് കേട്ടോ ജോഷിനെ കൊണ്ടുപോയത്. ഇന്ന് എന്തായാലും നല്ലൊരു തെളിഞ്ഞ ദിവസമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 2 വീലറിലാണ് പോയത്. 10 മണിക്ക് തന്നെ ഞങ്ങളവിടെ എത്തി. 10:30 പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ആദ്യം ഓഫീസിലൊന്ന് പോയി, കാരണം ഇവൻ്റെ യൂണിഫോം ഓൾട്രേഷന് കൊടുത്തിരിക്കുകയാണ്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ യൂണിഫോമിലാണ്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് അവിടെയൊക്കെ നല്ല രീതിയിൽ ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 10:30 ഇവരുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. 10:15 കൂടി എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോ ബൂത്തൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് UKG കുട്ടികൾ ഇവർ LKGക്കാരെ വരവേൽക്കാൻ വേണ്ടി അപ്പുറത്ത് ബലൂണൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ലൈനായി നിർത്തി അവരൊരു നോളജ് വീലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി. ഇത് ജോഷുയുടെ ഫ്രണ്ടാണ് കേട്ടോ, ജോഫ്രഡ്. അവനും ഇവിടെ പ്ലേ സ്കൂളിൽ അവൻ്റെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അവർ രണ്ടുപേരും ഇവിടെയാണ്. ശബ്ദത്തിൽ പ്രയറൊക്കെ പാടി ആ മിസ്സ്. പിന്നെ ആസ് യൂഷ്വൽ വെൽക്കം അഡ്രസ്സ് ഉണ്ടായിരുന്നു വൈസ് പ്രിൻസിപ്പളുടെ വക. പിന്നെ നമ്മുടെ ഇനോഗ്രേഷൻ സെറിമണി ഉണ്ടായിരുന്നു, ലാമ്പ് ലൈറ്റിംഗ് സെറിമണി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു യൂഷ്വൽ പ്രൊസീജിയറൊക്കെ ഉണ്ടായിരുന്നു. നല്ല മനോഹരമായി കുഞ്ഞ് സംസാരിച്ചു കേട്ടോ. ഒത്തിരി പരിപാടികളായിട്ടുള്ള ഒരു ഇനോഗ്രൽ സെറിമണി ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. അച്ഛൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു, കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, ഡ്രാമയാണ് ഈ കാണുന്നത്. അതും UKG സ്റ്റുഡൻസ് ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ദേ ആർ ജസ്റ്റ് 5 years old അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി, കാരണം വെൽ ട്രെയിൻഡാണ് അവരെല്ലാവരും. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള ഡാൻസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. വെൽ ഓർഗനൈസ്ഡ്, നന്നായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഹോപ്പ് നമ്മുടെ മക്കളും അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ കേപ്പബിളൊക്കെ ആവുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നീട് അവരെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ജോഷുവ പുതിയ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് അവർക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു പൗച്ചും പെൻസിലും അതും പിന്നെ ബലൂൺസ്, അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ജനറലായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ടീച്ചർ പറഞ്ഞ് അങ്ങനെ ആ സെഷൻ അവസാനിച്ചു. ഇനിയുള്ള 2 ദിവസം ഹാഫ് ഡേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫുഡ് അടിച്ച് അവസാനിപ്പിച്ചു. അവന് നന്നായി വിശന്നുണ്ടായിരുന്നു. വരുമ്പോൾ ഒരു കഫറ്റീരിയയിൽ ഒരു ബേക്കറി കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസം അടിപൊളിയായി.